വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വിവാദങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി സംസ്ഥാനത്ത് നിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ നീക്കമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും കൊണ്ടുവന്ന ആ വാർത്തയും വിവാദവും തന്നെയാണ്. അതിന്റെ വസ്തുത പലവട്ടം സംസ്ഥാന സർക്കാർ മന്ത്രിമാർ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ എന്നിട്ടും ആ വിവാദത്തിൽ പിടിച്ചു തൂങ്ങാൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രമം. ഇന്ന് നിയമസഭയിലും ഈ വിഷയം ഉന്നയിക്കപ്പെടുകയുണ്ടായി. കൃത്യമായ മറുപടി വിഷയത്തിൽ ഇന്ന് നിയമസഭയിൽ മന്ത്രി എം രാജേഷ് നൽകുകയുണ്ടായി. അത് മാത്രമല്ല, ഇത്തരത്തിലൊരു പട്ടിക, അതായത് ഈ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ പേരുൾപ്പെടുന്ന പട്ടിക ശിക്ഷാ ഇളവിനായി ശുപാർശ ചെയ്ത ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയിലേക്കും സർക്കാർ കടക്കുന്നത് നമ്മൾ കണ്ടു. അവർക്ക് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വരികയുണ്ടായി. അതിന് തുടർ നിയമ നടപടികൾ, തുടർ വകുപ്പ് തല നടപടികളൊക്കെ പുറകെ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇന്ന് സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ, സർക്കാർ നൽകിയ മറുപടി, പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ, സമഗ്രമായ വിവരങ്ങളിലേക്ക് ഷീജ തിരുവനന്തപുരത്ത്. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നു എന്ന തരത്തിൽ വലിയ തരത്തിലുള്ളൊരു പ്രചരണമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷവും ഇത് ഏറ്റുപിടിക്കുകയും ചെയ്തു. സഭയ്ക്കുള്ളിലും പുറത്തുമായി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ എന്താണ് വസ്തുത എന്നത് തന്നെയാണ് ഇന്നിപ്പോൾ സർക്കാർ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ കടന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും നിലവിലിപ്പോൾ ഈ TP കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവിനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത്. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ വിഷയം ഇന്ന് നിയമസഭയിൽ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ചെയ്തു. അതിൽ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രി എം രാജേഷ് ആയിരുന്നു ഇന്ന് സഭയിൽ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവുകൾ നൽകുന്നുണ്ട്. ആ ശിക്ഷ ഇളവിന് 2022 മാനദണ്ഡ പ്രകാരം ഉള്ള പട്ടിക സമർപ്പിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പട്ടികയിൽ അനർഹർ കടന്നുകൂടി എന്നുള്ളത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടല്ല ഈ പട്ടിക ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക പുതുക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഈ മാസം 3-നാണ് ജയിൽ വകുപ്പ് മേധാവിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയത് എന്നുള്ള കാര്യം മന്ത്രി എം രാജേഷ് നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. വ്യക്തമാക്കിയതാണ് ഇത്തരത്തിലൊരു കാര്യം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ഒരു ശിക്ഷാ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതിപക്ഷം ഇപ്പോൾ ഇതിനെ കുടില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വിഷയത്തിൽ ഈ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള മറുപടി മന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള നീക്കവും സർക്കാർ നടത്തുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശമൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് കാറ്റിൽ പറത്തി ഒരു തരത്തിലും സർക്കാരിന് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്ന കാര്യം അടക്കം വിശദീകരിച്ചു. പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ ഇത്തരത്തിലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ട് പോലും ഒരു കൃത്യമായ ഗൂഢാലോചന പ്രകാരം പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധമുയർത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലൊരു നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഇന്ന് നിയമസഭയിൽ കാണുവാൻ സാധിച്ചതും. കാരണം മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധവുമായി ഇറങ്ങുകയായിരുന്നു. സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വരെ എത്തി പ്രതിഷേധിച്ചു. തുടർന്ന് സ്പീക്കർ നിരവധി തവണ അവരോട് പ്ലക്കാർഡുകൾ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു, സീറ്റുകളിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതിനൊന്നും പ്രതിപക്ഷം കൂട്ടാക്കാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് മടങ്ങുന്ന പക്ഷം മാത്രമേ പ്രതിപക്ഷ നേതാവിന് വീണ്ടും സംസാരിക്കാൻ
സംസാരിക്കാനുള്ള അവസരം നൽകൂ എന്നുള്ള കാര്യം വിശദീകരിച്ചതിനെ തുടർന്നാണ് അവർ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങുന്നൊരു സാഹചര്യവും ഉണ്ടായത്. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് സർക്കാർ മറുപടി പറഞ്ഞത് എങ്കിൽ പോലും അത്തരത്തിലൊരു നീക്കം TP കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട് എന്ന് വീണ്ടും ആരോപിച്ചുകൊണ്ട് സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് കണ്ടത്. പക്ഷേ ഇത് തീർത്തും ഒരു രാഷ്ട്രീയ നാടകമായി തന്നെ വേണം അത് ആ രീതിയിൽ മാത്രമാണ് കാണുവാൻ സാധിക്കുക. അതിന് കാരണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ അത്തരത്തിലൊരു നീക്കമില്ല എന്നുള്ളത് സർക്കാർ വിശദീകരിച്ചിട്ട് പോലും തങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു പ്രതിഷേധം അത് സഭയിൽ ഉയർത്തി മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഗൂഢനീക്കം അത് തന്നെയായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും നിയമസഭയിൽ ഉണ്ടായത്.